ഹായ് ഓൾ, കെ എൽ ഫൗണ്ടൻ പെൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതിൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പേന എന്ന് പറയുന്നത് ബീന ലിങ്കൻ എന്ന് പറഞ്ഞ 90s പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. പിന്നീട് 2022-23 വീണ്ടും പ്രൊഡക്ഷനിലേക്ക് വന്ന ഒരു അടിപൊളി ഒരു സ്മോൾ സൈസ്ഡ് പിസ്റ്റൺ ഫില്ലർ പേനയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇതൊരു 90s ആരംഭത്തിൽ പ്രൊഡക്ഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പേനയാണ്. പക്ഷേ അത് എന്തോ സാങ്കേതിക കാരണങ്ങളാൽ നിർത്തേണ്ടി വന്നു അവർക്ക് പ്രൊഡക്ഷൻ. അങ്ങനെ കുറേ സ്റ്റോക്കിലുണ്ടായിരുന്നത് കൊറോണ സമയത്ത് ഓൺലൈനിൽ വിറ്റഴിക്കുകയും 300 രൂപയിൽ തുടങ്ങി 500 രൂപ വരെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ മറ്റുള്ള ആൾക്കാർ വാങ്ങുകയും അത് പിന്നീട് 2000 രൂപയ്ക്ക് വരെ വേറെ മാർക്കറ്റിൽ ആമസോൺ പോലുള്ളിടത്തൊക്കെ ഇട്ട് വിൽക്കുകയും ചെയ്ത ഒരു ചരിത്രം ഇതിനുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്മോൾ സൈസ്ഡ് ചീപ്പ് പെന്നാണ്. ചീപ്പെന്ന് പറയുകയാണെങ്കിലും ഇതൊരു പിസ്റ്റൺ ഫില്ലർ പെന്നാണ്. സാധാരണ പ്രീമിയം പെൻസിൽ മാത്രം യൂസ് ചെയ്ത് വരുന്ന ഒരു ഫ്യൂച്ചറാണ് ഈ പിസ്റ്റൺ ഫില്ലർ എന്ന് പറയുന്നത്. പിസ്റ്റൺ ഫില്ലർ എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു പേനയിൽ മഷി നിറയ്ക്കുന്നതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഓപ്പൺ ചെയ്തിട്ട് വെറുതെ അതിനകത്ത് മഷി കോരി ഒഴിച്ചിട്ട് നിറയ്ക്കുന്ന മെക്കാനിസം ഉണ്ട്. അല്ലാത്ത മെക്കാനിസം കാട്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് ഇട്ടിട്ട് അടയ്ക്കുന്നതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ബിൽഡ് ഇൻ കാട്രിഡ്ജ് എന്നുണ്ട്. അത് നമ്മുടെ പാർക്കറിലേക്ക് കാണുമ്പോൾ മഷി ഇങ്ങനെ വലിച്ചെടുക്കുന്ന രീതിയിലുള്ളതുണ്ട്. അത് പഴയ പേനയിൽ വീണ്ടും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം ഈ പിസ്റ്റൺ ഫില്ലർ എന്ന് പറഞ്ഞാൽ ഇതിലൊരു പിസ്റ്റൺ കാണും. ഇത് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ഒരു സിറിഞ്ച് പോലെ ഇത് ആക്ട് ചെയ്യും. നമ്മളിങ്ങോട്ട് തിരിക്കുമ്പോൾ ഇതിങ്ങനെ സിറിഞ്ച് പോലെ ഇങ്ങനെ മുകളിലോട്ട് കയറി വന്നിട്ട് മഷി നിറയും. ഇപ്പോൾ നമ്മൾ ഈ പേനയിൽ ഇപ്പോൾ മഷി നിറയ്ക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചിട്ട് ഇങ്ക് ബോട്ടിലിൽ മുക്കി വെച്ചിട്ട് തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിറയ്ക്കുമ്പോൾ അതിൻ്റെ സിറിഞ്ച് പോലത്തെ സാധനം ഇങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് മഷി ഫില്ലായി വരും. ഇതാണ് പിസ്റ്റൺ ഫില്ലർ എന്ന് പറയുന്നത്. സാധാരണ പ്രീമിയം പെൻസിലൊക്കെയാണ്, മോൺ ബ്ലോക്ക് പോലത്തെ പ്രീമിയം പെൻസിലൊക്കെയാണ് പിസ്റ്റൺ ഫില്ലർ സാധാരണയായി കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇന്ത്യൻ മെയ്ഡ് സാധനത്തിൽ ഇത്രയും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതിൽ ആദ്യമായിട്ട് ഈ ഒരു പിസ്റ്റൺ ഫില്ലർ അവതരിപ്പിക്കുന്നത് ബീന പെൻസ് തന്നെയാണ്. അതും 90s. അത് കഴിഞ്ഞ് 90s ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ സ്റ്റോക്ക് ഇങ്ങനെ വിറ്റ് പോവാതെ അടിഞ്ഞു കൂടിയിരുന്നതിനെ കൊറോണ സമയത്ത് ഓൺലൈനിൽ വിൽക്കുകയും നല്ല ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കി എടുത്ത ഒരു മുതലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ റിങ് വന്നിട്ട് റെഡ് കളറായിരിക്കും. അതാണ് 90s പ്രൊഡക്ഷൻ ചെയ്തത്. അതുപോലെ തന്നെ ഇത് ഇവിടെ റെഡ് കളറിലുണ്ട്. അതാണ് നമ്മുടെ ഈ പെന്ന് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് റോട്ടറിങ് റെനൈസൻസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് വെസ്റ്റ് ജർമ്മനിയിൽ പണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് പ്രൊഡക്ഷൻ നിർത്തിയായിരുന്നു. ആ പ്രൊഡക്ഷൻ നിർത്തിയപ്പോൾ അതിൻ്റെ മോൾഡ് അവർ വാങ്ങി, മുംബൈയിലുള്ള ബീന പെൻസ് വാങ്ങിയിട്ട് അതേപോലെ ഒരു പെന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഈ പെന്ന് ഇവിടെ ജനിക്കുന്നത്. അപ്പം അത് ഹിസ്റ്ററിയൊക്കെ കഴിഞ്ഞു. ഇപ്പം പുതിയ ഡിജിറ്റൽ യുഗത്തിൽ അവർ ഇതിൻ്റെ പോപ്പുലാരിറ്റി, പഴയ സ്റ്റോക്ക് എടുത്ത് വിറ്റ പോപ്പുലാരിറ്റി കണ്ടിട്ട് വീണ്ടും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ റെഡ് റിങ് ആയിരുന്നു, അത് മാറ്റി ഒരു മെറ്റലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അവരുടെ ഒരു ഓ സിമ്പൽ ഉണ്ടോ, അത് റെഡ് കളറായിരുന്നു, അതിനെയും മാറ്റിയിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളും. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്ത പെന്നാണ്. ഇത് ഗോൾഡൻ കളറിലൊക്കെയാണ് ഇരുന്നത്, അതിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഉപയോഗിക്കാൻ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു പെന്നാണ്. ഞാൻ നിബ് കാണിച്ചു തരാം. നിബ് നോക്കി, നല്ല അടിപൊളി പുതിയ നിബാണ്, ചെറിയ നിബാണ്. അതുപോലെ തന്നെ എബണൈറ്റ് ഫീഡാണ്. ഫീഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആ കറുത്ത നിബിൻ്റെ താഴെ ഇരിക്കുന്നുണ്ടോ, അതിനാണ് ഫീഡ് എന്ന് പറയുന്നത്. ഈ ഫീഡ് പ്ലാസ്റ്റിക്കിലുണ്ടാക്കുന്നതുണ്ട്, എബണൈറ്റിലുണ്ടാക്കുന്നുണ്ട്. ഇത് എബണൈറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പഴയ 90s പെൻ എന്തായാലും എബണൈറ്റാണ്. പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എബണൈറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണുമ്പോഴും എബണൈറ്റ് പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എബണൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡനിങ് ചെയ്ത ഒരു റബ്ബറിൻ്റെ ഒരു വകഭേദമാണ്. അപ്പോൾ അത് യൂസ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നിബ് ഭയങ്കര ഇൻഫ്ലോ നല്ല സോഫ്റ്റ് ആവും, നല്ല സ്മൂത്ത് ആവും.
അത് വളരെയധികം നന്നായിട്ട് പേപ്പറിലൊക്കെ ഇങ്ക് സ്പ്രെഡ് ചെയ്യാനും വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ എഴുതാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് വേണമെങ്കിലൊരു ഒരു റൈറ്റിംഗ് സാമ്പിൾ നോക്കാം. എത്ര സ്മൂത്തായിട്ട് എഴുതുന്നു എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കാണും. അടിപൊളിയല്ലേ? സ്പീഡിലൊക്കെ എഴുതി വെക്കാം. എത്ര സ്പീഡിൽ എഴുതിയാലും ബ്രേക്കൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇതെടുത്തപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ എഴുതി വന്നപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരു നിബ്ബായിട്ട് മാറുകയാണ്. ഞാൻ എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു ഡെയിലി നമ്മളിപ്പം വലിയ പ്രൈസ് 1000, 2000, 3000 ഒന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. 500 രൂപയ്ക്ക് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നിബ്ബ്, ഡീസൻ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് സിസ്റ്റം, ഡീസൻ്റ് ആയിട്ടുള്ള ലുക്സ് എല്ലാം. ഞാനൊരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു 4ന് മേലെ ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ഞാൻ കൊടുക്കും. കാരണം എല്ലാം ഉണ്ട് ഇതിന്. പിന്നെ ഭയങ്കര വിലയുള്ള പേനയായിട്ട് സാമ്യം ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഇതില്ല, അതിൻ്റെ അത്ര പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് എല്ലാം ഉണ്ട്. എല്ലാ സ്മൂത്ത്നെസ്സും ഉണ്ട്, ലുക്സും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ നിബ് സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മീഡിയം സൈസാണ്. അപ്പം അതിൻ്റെ വ്യത്യാസം ഞാൻ പറയുകയാണെങ്കിൽ 2-3 സൈസുണ്ട്. ഒന്ന് മീഡിയം സൈസ് നിബുണ്ട്, ഫൈൻ സൈസുണ്ട്, എക്സ്ട്രാ ഫൈൻ സൈസുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഫൈൻ സൈസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ചെറിയ വരയായിരിക്കും നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ. ഫൈൻ ആകുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ട്, മീഡിയം ആകുമ്പോൾ നല്ല തിക്നെസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ നിബിൻ്റെ മുകളിൽ ഇതിൽ എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് മീഡിയം സൈസ്ഡാണ്. അപ്പം ഇത് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി വേറെ ടൈപ്പുകളുണ്ട്, വേറെ കസ്റ്റമായിട്ട് അതിനെ മാറ്റിയൊക്കെ നിബിൻ്റെ സൈസൊക്കെ മാറ്റിയെടുക്കുന്ന കാലിഗ്രഫിയൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉള്ള നിബ് സൈസസും വേരിയേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാനിതിൻ്റെ ബേസിക്കായിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഇപ്പം ഇത് കാണുകയാണെങ്കിൽ അയാൾക്കൊരു ഏകദേശ ധാരണ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാം ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കാര്യം നമ്മൾ ഡിജിറ്റലായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എഫക്റ്റീവാണ് നമ്മൾ പേപ്പറിൽ ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. പല സ്റ്റഡീസും അതിനെ തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എത്രയൊക്കെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളോ അല്ലെങ്കിൽ ആപ്പുകളോ എന്തോ വന്നാലും ശരിയാണ്, ഒരു പെൻ ആൻഡ് പേപ്പറാണ് എപ്പോഴും നമുക്ക് ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഐഡിയാസും എല്ലാം പെട്ടെന്ന് നമ്മൾ ചെയ്യാനും, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബോക്സ് വരയ്ക്കുക, ഫ്ലോ ചാർട്ട് വരയ്ക്കുക, ഐഡിയാസ് ഇങ്ങനെ എഴുതിയിടുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പെൻ ആൻഡ് പേപ്പറാണ് എപ്പോഴും ഓൾവേസ് ദ ബെസ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഡിജിറ്റലി നമ്മൾ ചെയ്ത് വെച്ചിട്ട് അങ്ങ് മറക്കുകയാണ്, അതെല്ലാം അങ്ങ് ഇരിക്കുകയാണ്. പിന്നീടൊരു അതിനെ ഫോളോ അപ്പ് ചെയ്യുക, അത് നമ്മുടെ ബ്രെയിനിൽ അങ്ങോട്ട് രജിസ്റ്റർ ആവാത്ത ഒരു സംഭവം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമായിരിക്കും. പക്ഷേ ചില റിസർച്ച് സ്റ്റഡീസും എല്ലാം അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. പലരുടെ അഭിപ്രായം അങ്ങനെയാണ്, പെൻ ആൻഡ് പേപ്പറാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പഴമയാണ് എല്ലായ്പ്പോഴും ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇതിനോട് എനിക്കൊരു ഇതുണ്ട്, ഒരിഷ്ടമുണ്ട്. അതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റഡീസും കൂടെ അവന് ഫൗണ്ടൻ പെൻ അല്ല പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ കുറച്ചുകൂടെ ഒരു ഫൗണ്ടൻ പെൻ ഇതിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 500 റുപ്പീസാണ്. VSign എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇപ്പോഴും ലഭ്യമാണ്. എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എഴുതുക, എല്ലാവർക്കും എഴുതി പഠിക്കുക, ഡയറീസ് എഴുതുക, ഇതുപോലുള്ള ഐഡിയാസ് എഴുതി വയ്ക്കുക. എഴുതി വരുമ്പോഴേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ലിങ്കൻ പെൻ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.